പക്ഷെ അത് എപ്പോഴായിരുന്നാലും വെളിയിൽ വരുമല്ലേ? വെളി വരും. കാരണം എന്താ വെച്ചാൽ അതൊരു മാസ്ക് അല്ലേ. അതായത് നമ്മൾക്ക് എല്ലാ ദേഷ്യവും വരും, സങ്കടവും വരും, സന്തോഷവും വരും, ഒക്കെ വരും. പക്ഷെ അതിനെ ലിമിറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് പ്രാപ്തി ഉണ്ടാവണം. ഏത് സമയം ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ശിവനെയാണ് നമ്മൾ കാണുന്നത്. ആ ശിവനെ എങ്ങനെയാണ് ഇത്ര അധികം ദേഷ്യം വരുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വൻ വൃക്ഷത്തിനും താഴെ വേറൊരു വൻ വൃക്ഷം വളർന്നിട്ടില്ല. നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്നും പറഞ്ഞ് കിടന്നങ്ങ് അഭിനയിക്കും. മനസ്സിലായോ? എവിടെയെങ്കിലും പോയി മിണ്ടാണ്ടിരിക്കുക, ഞാൻ ഭയങ്കര മെച്ചുവേർഡായിട്ട് കാണിക്കുക. ഏറ്റവും വലിയ സ്പിരിച്വൽ പേഴ്സൺ ആരാണ് നമ്മളുടെ അറിവിൽ? സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാൾ ആരാണ്? എനിക്കറിയില്ല. അനശ്വരി, നമ്മുടെ ഈ ഫാമിലി ജീവിതം, അനശ്വരിക്ക് ഒരു കുടുംബമുണ്ട് അല്ലേ? ഹസ്ബൻഡുണ്ട്, മകനാണോ? മകനാണ്. എന്ത് ചെയ്യുന്നു മകൻ? UKG പഠിക്കുന്നു. UKG. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബിസിനസ്സാണ്. അപ്പോൾ നിങ്ങളൊരു ഫാമിലിയാണ്. ഫാമിലിയിൽ നിന്നൊരു സന്യാസിനി, അല്ലെങ്കിൽ അങ്ങനെ പറയാമോ എന്ന് എനിക്കറിയില്ല. സന്യാസിനി അങ്ങനെ ഇല്ല. ആ ഒരു സന്യാസിനോ അല്ലെങ്കിൽ ആ ഒരു ആത്മീയ ജീവിതം നയിക്കുന്നു. സാധാരണ പറയില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ആവണം, നിങ്ങളെല്ലാം വിട്ടിട്ട് വേണം വരേണ്ടത്. അല്ലല്ല, ഞാൻ ഡിറ്റാച്ച്ഡ് ആണ്. ഞാൻ ഫാമിലിയായിട്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ ഡിറ്റാച്ച്ഡ് ആണ്. അങ്ങനെ അഡിക്ഷൻ, നമ്മൾ ഒരാളുടെ അടുത്ത് അഡിക്ഷൻ, എൻ്റെ മോൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വീട്, അങ്ങനെയുള്ള ഒരു തോട്ടൊക്കെ ഇല്ലേ, അതിൽ നിന്നൊക്കെ ഞാൻ വേറിട്ടിട്ടാണുള്ളത്. എന്നാലും നമ്മളുടെ ഒരു കടമയിൽ നിന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യും. അവർക്ക് വേണ്ട സ്നേഹം, പരിഗണന എല്ലാം കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യും. എനിക്കിത് പറഞ്ഞപ്പോൾ തോന്നിയത് അറിയും, നമ്മളെ ചിന്ത ഇഷ്ടമായ ശ്യാമള ശ്രീനിവാസൻ ഓരോ ടൈമിലും ഓരോന്നാ. അത്തരം മനുഷ്യരുണ്ടല്ലോ അല്ലേ? അത്രക്കാരുണ്ടല്ലോ. ഭയങ്കര മണിയടി, ഭയങ്കര പൂജ, പിന്നെ അതുവരെ ഭാര്യ മക്കൾ ഒക്കെ ഉണ്ട്. ഈ ഒളിച്ചോട്ടത്തിന് പറ്റിയതാണോ ഈ ഒരു ആത്മീയ ജീവിതം? ഒളിച്ചോടണം എന്നുള്ളവർക്ക് നല്ല എളുപ്പം പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യിക്കാൻ പറ്റിയൊരു പരിപാടിയാണ് സ്പിരിച്വാലിറ്റി. വെളി വരും. കാരണം എന്താ വെച്ചാൽ അതൊരു മാസ്ക് അല്ലേ. അഭിനയിച്ചാൽ ഈ സംഭവം പുറത്ത് കാണാൻ പറ്റും. ആൾക്കാർ തന്നെ പറയും, ഒരു രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ആൾക്കാർ പറയും അതെ. അല്ലെ, ശ്രീനിവാസൻ അവസാനം ഈ ആശ്രമത്തിൽ പോകുമ്പോഴത്തേക്ക് സംഭാഷണത്തിൽ അവസാനം സന്യാസി പറയുന്നുണ്ട്, നിങ്ങളെ കുടുംബമൊക്കെ ഉണ്ടല്ലേ, എത്ര പേരെ ശ്രദ്ധിക്കണം, ചുറ്റുപാടുകളെ ശ്രദ്ധിക്കണം. ഇപ്പം എൻ്റെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയാം ഞാൻ ഇങ്ങനെയാണെന്ന്. അപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് അവിടെ. ആ സ്പേസ് എനിക്ക് തരുന്നത് കൊണ്ടാണ് എനിക്കിത് പറ്റുന്നത്. ഇപ്പം ഞാൻ 2 മണിക്ക് 2:30 എഴുന്നേറ്റിട്ട് കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ രാത്രി എൻ്റെ ഹസ്ബൻഡ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത എൻ്റെ ഹസ്ബൻഡ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളാണെങ്കിൽ എന്ത് നട്ടപ്രാന്ത കാണിക്കാൻ പോണെന്ന് ചോദിക്കില്ലേ? അപ്പോൾ ആൾക്ക് അറിയാം അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ആർക്കും ഒരു ഹാനികരമല്ല സംഭവം. ഇവരൊക്കെ സുഖമായിട്ട് ഉറങ്ങിക്കഴിഞ്ഞ് എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത്. അപ്പം 4 മണിക്ക് സാധാരണ ഒരാൾ ഒരു വീട്ടിൽ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 2:30 3 മണിക്കോ എണീക്കുന്നു. അത് ആരും ബാധിക്കുന്നില്ല. അവരെഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്, വെരി നോർമലായിട്ട്, ഒരു മാറ്റവും ഇല്ല. പിന്നെ അവർക്ക് എന്താ പ്രശ്നം? അവർ ഒരുമിച്ച് കിടക്കാൻ നേരത്തെ എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടെ നന്നായി ഹാപ്പി ആയിട്ട് പിന്നെ ഉണ്ടാക്കും, കുക്കൊക്കെ ചെയ്യും. അല്ലേ, കുക്ക് ചെയ്യും. പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ കുക്ക് ചെയ്യുക അങ്ങനെയുള്ളൊരു വെജിറ്റേറിയൻ ആണോ? ചില സമയങ്ങളിൽ വെജിറ്റേറിയനാ, ചില സമയങ്ങളിൽ നോൺ വെജ് കഴിക്കാറുണ്ട്. അതൊരു തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടോ നോൺ വെജ് കഴിക്കുന്നത്? നമ്മൾ എന്തൊന്നാണോ തെറ്റായിട്ട് വിചാരിക്കുന്നത് അത് തെറ്റ് തന്നെയാണ്. വിചാരിച്ച തെറ്റാണ്. ബീഫ് കഴിക്കുന്നില്ല? ബീഫ് ഞാൻ കഴിക്കില്ല. എനിക്ക് വലിയ മൃഗങ്ങളെ കഴിക്കുന്നത് എന്ത് വല്ലാത്ത ഒരു പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളുമായിട്ട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ജീവികളില്ലേ, അതിനൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫിഷിനോടൊക്കെ ഉള്ളൂ, ബാക്കി എല്ലാം കഴിക്കുമ്പോൾ എനിക്കൊരു എന്തോ ഒരു പോലെ തോന്നാറുണ്ട്. പക്ഷെ ഇത് കഴിക്കുന്നുണ്ട്, തെറ്റൊന്നുമില്ല. തെറ്റാണെന്ന് വിചാരിക്കുന്നവർക്കെല്ലാം തെറ്റാണ്. ഇപ്പൊ ഈശ്വരന് തന്നെ നോൺ വെജ് സമർപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അമ്പലങ്ങളിൽ ബലി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈശ്വരനില്ലാത്തതൊന്നും നമുക്ക് ആവശ്യമില്ല. തീർച്ചയായും അത് മനുഷ്യരെ എന്തായാലും കണ്ട് പഠിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഈശ്വരന്മാരൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരാനുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഈ സ്പിരിച്വൽ പേഴ്സൺ എന്ന് പറയണില്ലേ,
ഏറ്റവും വലിയ സ്പിരിച്വൽ പേഴ്സൺ ആരാണ് നമ്മളുടെ അറിവിൽ? സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാൾ ആരാണ്? നമ്മൾ കേട്ടിട്ടുള്ളത് വെച്ചിട്ട് ആദിയോഗി സ്പിരിച്വൽ ആണെന്ന് പറയുന്നുണ്ട്. ശിവനെയാണല്ലോ നമ്മൾ എപ്പോഴും ധ്യാനാവസ്ഥയിൽ കാണുന്നത്. അപ്പോൾ ശിവനപ്പോൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളാണോ? കഥകളിൽ പല ഇമോഷൻസ് വരുന്ന ഒരു ദേവനും കൂടെയാണ് ഞാൻ കേട്ട കഥ. ചെറിയ ഇമോഷൻസ് ആണോ വരാറ്? വരുന്ന ഈ ലോകം അവസാനിക്കുന്ന ഇമോഷൻസ് ആണ് പുള്ളിക്ക് വരുന്നത്. അതെന്താ അങ്ങനെ? ആള് സ്പിരിച്വൽ അല്ലേ? അല്ലേ? ഏത് സമയം ധ്യാനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ശിവനെയാണ് നമ്മൾ കാണുന്നത്. ആ ശിവൻ എങ്ങനെയാണ് ഇത്ര അധികം ദേഷ്യം വരണേ? തീർച്ചയായും. എങ്ങനെ ഇത്ര അധികം ക്ഷിപ്രകോപി എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാ? അതുപോലെ പ്രസാദിയാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുന്ന എല്ലാ ഇമോഷൻസിനും ഇങ്ങനെ ഒരു പെട്ടെന്ന് അതിനെ കൺട്രോൾഡ് ആക്കാൻ പറ്റും. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇമോഷൻ വരില്ല എന്നില്ല, എല്ലാ ഇമോഷനും വരും. ശ്രീരാമൻ കരഞ്ഞിട്ടില്ലേ? വാവിട്ട് കരഞ്ഞിട്ടില്ലേ? ശിവൻ കരഞ്ഞിട്ടില്ലേ? സതീവിരഹം എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ആള്. അപ്പൊ സാധാരണ മനുഷ്യരായിട്ടുള്ള സ്പിരിച്വൽ പേഴ്സണിന് ദേഷ്യം വന്നൂടെ? തെറ്റില്ല. നമ്മൾ അതിലൊക്കെയല്ലേ പോയി പ്രാപിക്കാൻ നോക്കുന്നത്. അപ്പൊ നമുക്ക് വന്നൂടെ ദേഷ്യം? അതായത് നമ്മൾക്ക് എല്ലാ ദേഷ്യവും വരും, സങ്കടവും വരും, സന്തോഷവും വരും, ഒക്കെ വരും. പക്ഷെ അതിനെ ലിമിറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമുക്ക് പ്രാപ്തി ഉണ്ടാവണം. ആ പ്രാപ്തിയാണ് നമുക്ക് സ്പിരിച്വാലിറ്റി തരുന്നത്. പക്ഷെ ഇതെനിക്കില്ല എന്ന് പറയുന്നത് നമ്മളെല്ലാത്തിനെയും സമചിത്തതോടുകൂടി കാണണം. അതൊക്കെ കറക്റ്റാണ്. അങ്ങനെ കണ്ടാൽ നമുക്ക് വേദനകളൊക്കെ ഒഴിഞ്ഞു കിട്ടും. നമുക്ക് കുറേയൊക്കെ നന്നായി ജീവിക്കുന്ന മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അതിനൊക്കെ ഈ ഡിറ്റാച്ച്മെൻറ്റ് നമ്മളെ കുറേ സഹായിക്കും. നമ്മൾ ഓവറായിട്ട് പോയി ഒന്നിൽ അറ്റാച്ച്ഡ് ആവാണ്ടിരിക്കുക. ഇപ്പം റിലേഷൻഷിപ്പിലൊക്കെ വരുന്ന പ്രശ്നം, ഒരാളിൽ നിന്ന് പോകുന്ന സമയത്ത് മറ്റാൾ അയാളെ തീവ്രമായിട്ട് വലിച്ച് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക, വർഷങ്ങളോളം അതിനു വേണ്ടി പണിയെടുക്കുക, കരയുക, ആ ലൈഫേ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത് പോകുന്നത് അവർക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ? തീർച്ചയായും. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കണം. പിന്നെ പാരൻസ് ചെയ്യുന്നത് ഇപ്പം എന്താ, കുട്ടികളെ എങ്ങനെ ഇപ്പോൾ വളർത്തുന്നത്? അവരുടെ ഒരു ഇതിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വൻ വൃക്ഷത്തിനും താഴെ വേറൊരു വൻ വൃക്ഷം വളർന്നിട്ടില്ല, വളരാനും പോണില്ല. അതായത് ഒരു കുട്ടിക്ക് അവൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ അവളുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കണം, ഡിറ്റാച്ച്ഡ് ആക്കണം. എങ്കിലേ അതൊരു വൻ വൃക്ഷം ഇതിനെക്കാട്ടിലും വലിയൊരു വൃക്ഷമായിട്ട് വളരുള്ളൂ. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയാം. സ്പേസ് വേണം. എനിക്ക് എൻ്റെ വീട്ടിൽ നല്ല സ്പേസ് ഉണ്ട്. അതായത് എൻ്റെ ജനിച്ച വീട്ടിലല്ല, എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഹസ്ബൻഡും മോനും ഞാനുള്ള വീട്ടിൽ എനിക്ക് എൻ്റെ സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഉള്ളത് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അമ്മയും സപ്പോർട്ടാണ്. അല്ല, ഞാൻ ബാക്കി ആരുടെയും സപ്പോർട്ടിലല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. നമ്മൾക്ക് ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ല, മകളിങ്ങനെ ഒരു ആത്മീയ ജീവിതത്തിലാണ്, ഫാമിലി ഉണ്ട്. അല്ല, ഇവർ കാണുമ്പോൾ അതൊക്കെ എപ്പോഴാണ് വിഷയമാണെന്നറിയോ? നമ്മൾ ഈ സ്പിരിച്വാലിറ്റി എന്നും പറഞ്ഞ് കിടന്നങ്ങ് അഭിനയിക്കും. മനസ്സിലായോ? എവിടെയെങ്കിലും പോയി മിണ്ടാണ്ടിരിക്കുക, ഞാൻ ഭയങ്കര മെച്ചുവേർഡായിട്ട് കാണിക്കുക, ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റും. അന്ന് വരെ അമ്മയുടെ മടി കയറി ഇരുന്ന് കളിച്ചിട്ട് അമ്മേനെ കാണുമ്പോഴത്തേക്കും മുഖം പിടിച്ച് ഇങ്ങനെ ധ്യാനാവസ്ഥ അങ്ങനെയൊക്കെ ഇരിക്കുക. അങ്ങനെയൊക്കെ പോയി അഭിനയിക്കുക. അതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവരെ മനസ്സിൽ നമ്മൾ കുഞ്ഞല്ലേ. എനിക്ക് ഇത്രയും വയസ്സായി, ഞാൻ എൻ്റെ വീട്ടിൽ പോയി അമ്മയുടെ മടി കയറിയിരിക്കും, അമ്മേനെ ഉമ്മ വയ്ക്കും, കളിക്കുകയൊക്കെ ചെയ്യും. അത് ചെയ്ത് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്? നമുക്ക് കടമകളുണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിൽ നമ്മൾ ഒളിച്ചോടിയിട്ടല്ല സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തേണ്ടത്. അതിൻ്റെ അവർ ഇപ്പം എൻ്റെ അമ്മേനെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും, അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ വളർന്നത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ അല്ല, എന്താണ് ഇത്? കുഞ്ഞു കുട്ടികളൊക്കെ ചെന്നിരുന്നിട്ട് വലിയ വർത്താനം പറയില്ലേ വലിയ വായില്, അങ്ങനെ എന്തൊക്കെയാ അവള് പറയണമെന്ന് വിചാരിക്കും. കുട്ടികൾ നമ്മൾ നഴ്സറിയിലൊക്കെ വിട്ടിട്ട് വന്നിട്ട് കഥയൊക്കെ പറയില്ല വലിയ കാര്യത്തില്, അങ്ങനെ എന്തോ പറയാ, അതിക്കുള്ളിൽ വിചാരിക്കില്ല. അതങ്ങനെ നമ്മൾ ഇടപഴകുന്നത്.